ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 16 മുതൽ നമ്മൾ 16ഉം 17ഉം വായിക്കുമ്പോൾ, യഹോവ മോശയോട് പറഞ്ഞു, നീ അഹറോനോട് പറയുക, നിൻ്റെ വടി കൊണ്ട് നിലത്തെ പൂഴിയിലടിക്കുക, അപ്പോൾ അത് പേനായി തീർന്ന് ഈജിപ്റ്റ് മുഴുവൻ വ്യാപിക്കും. അവൻ അപ്രകാരം ചെയ്തു. അഹറോൻ വടിയെടുത്ത് കൈ നീട്ടി നിലത്തെ പൂഴിയിലടിച്ചു. അത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേനായി തീർന്നു. ഈജിപ്തിൽ എല്ലായിടത്തും നിലത്തെ പൂഴി പേനായി തീർന്നു. അതാണ് നമ്മൾ 2 വാക്യങ്ങളിൽ വായിക്കുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഒരു വശം പറഞ്ഞു. ഇനി ഇന്നത്തെ വീഡിയോയിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ പേൻ എന്ന ബാധയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ പേൻ എന്ന ബാധയുണ്ടെങ്കിൽ അത് ഈ പേനിൻ്റെ സ്വഭാവം, അതിൻ്റെ ലക്ഷണങ്ങൾ മനുഷ്യ ജീവിതത്തിൽ കാണും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പേനുണ്ടെങ്കിൽ ആ പേന് അത് തലയിൽ വന്നു കഴിഞ്ഞാൽ അത് തലയിൽ അത് ചെറിയ ചൊറിച്ചിലുണ്ടാവും. ഇത് പെറ്റു പെരുകുന്നതിനനുസരിച്ച് ആ ചൊറിച്ചിൽ കൂടും. അത് അതിൻ്റെ പേനിൻ്റെ മുട്ടയെ ഈരെന്ന് പറയും. ഈരെല്ലാം കൂടെ ഒരു നിശ്ചിത സമയം കഴിയുമ്പം അതിനെ കൊല്ലുന്നില്ലെങ്കിൽ അത് വലുതാവും. അത് വലുതായി കഴിഞ്ഞാൽ അവസാനം അത് തലയെല്ലാം കടിച്ച് പൊട്ടിക്കും. ഈ മനുഷ്യ ശരീരത്തിൽ 2 തരം പേനുണ്ട്. ഒന്ന് തലയിലുമുണ്ട്, ഒന്ന് ശരീരം മുഴുവൻ ഉണ്ടാകുന്ന ഒരു തരം പേനുണ്ട്. ഈ ശരീരത്തുണ്ടാകുന്ന ഒരു പേന് അതിനെ കൂറപ്പേൻ എന്നൊക്കെ പറയുന്നത്. വെളുത്തതാണ്. അതിനെ സാധാരണഗതി കൈപ്പിടി കിട്ടുകയില്ല. അത് വളരെ ത്വക്കിനോടിങ്ങനെ പറ്റിച്ചേർന്നിരിക്കും. അത് വലിയ ചൊറിച്ചിലുകളും അസ്വസ്ഥതകളും മനുഷ്യ ജീവിതത്തിലുണ്ടാക്കും. ഇത് ഇന്നത്തെ കാലത്ത് മരുന്നൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ ഒരു പരിധി വരെ പിടിക്കാൻ പറ്റും. ഇനി ഈ പേൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് ശരിക്കും മനുഷ്യ ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. വൃത്തിയില്ലായ്മയ്ക്കകത്ത് ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയ വളർന്നിട്ടാണ് ഇതുണ്ടാകുന്നതെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ വിയർപ്പും ചെളിയും അടിഞ്ഞ് അവിടെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ബാക്ടീരിയകൾ വളർന്നാണ് ഇത് പേനായി മാറുന്നത്. ഒരെണ്ണം ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് വൃത്തിയില്ല, ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഇത് ശരീരം മുഴുവൻ വ്യാപിക്കും. നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആത്മിക വൃത്തിയില്ലായ്മയിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഈ പേൻ എന്ന ബാധ വ്യാപരിക്കുന്നത്. ആത്മിക വൃത്തിയില്ലായ്മ എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവം എങ്ങനെ പറഞ്ഞിരിക്കുന്നുവോ ആ അർത്ഥത്തിൽ അനുസരിച്ച് ജീവിക്കുക എന്നാണ് അർത്ഥം. ഒരു വാക്യം വായിക്കാം. അത് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണമായി അനുസരിക്കുകയും ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്താൽ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉന്നതനാക്കും. അപ്പോൾ പറയുന്നത്, കൽപ്പനകൾ ശ്രദ്ധയോടെ പാലിക്കുകയും പൂർണ്ണമായി അനുസരിക്കുകയും ചെയ്താൽ, ഈ ആത്മീക മേഖലയുടെ വൃത്തി എന്ന് പറയുന്നത് കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുകയും ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യുന്നവനിലാണ് ദൈവത്തിൻ്റെ അഭിഷേകം ശക്തമായി നിൽക്കുന്നത്. ദൈവത്തിൻ്റെ അഭിഷേകം ശക്തമായി നിൽക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയിൽ ആ വ്യക്തിയിൽ ഈ പേനിൻ്റെ ബാധ എന്ന ബാധ അയാളുടെ ജീവിതത്തിലുണ്ടാകും. ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് ലക്ഷണമെന്ന് ചോദിച്ചാൽ, അത് കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളാവും. അപ്പനും അമ്മയും തമ്മിൽ പ്രശ്നങ്ങളാവും. തിരിച്ച് അമ്മയും അപ്പനും തമ്മിൽ പ്രശ്നങ്ങളാവും. മാതാപിതാക്കളും മക്കളും തമ്മിൽ പ്രശ്നങ്ങളാവും.
കുടുംബത്തിൽ എത്ര പേരുണ്ടോ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പ്രശ്നമാകും. എന്ന് പറഞ്ഞാൽ ആദ്യമേ അത് ചെറിയ ചൊറിച്ചിലായിട്ട് തുടങ്ങും. ആ ചൊറിച്ചിൽ പിന്നീട് വലുതായി ഈ പേൻ ശരീരത്തിൽ എന്തൊക്കെ ചെയ്യുന്നുവോ അതേ അവസ്ഥകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യും. അത് ഈ പേൻ ഒരു പരിധി കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് അത് ചോര ഊറ്റിയെടുക്കും. അതതിൻ്റെ കൂട് തലയിലുണ്ടാക്കും, അത് കടിച്ചു പൊട്ടിക്കും, അത് രക്തം ചെറുതായിട്ട് ഊറ്റിയെടുക്കും. പക്ഷേ പലതാകുമ്പോൾ അത് ഊറ്റിയെടുക്കുന്നതിൻ്റെ അളവ് നമുക്കറിയാൻ പറ്റാതെ വരും. ഈര് സഹിതം ഊറ്റിയെടുക്കും. ഈ മൃഗങ്ങളുടെ മേത്തുള്ള ഒരു ഈ പേൻ പോലത്തെ ഒരു സാധനമുണ്ട്. അതിനെ ചില സ്ഥലത്തൊക്കെ വട്ടൻ എന്ന് പറയും, ചില സ്ഥലത്തൊക്കെ പറ്റാരൻ എന്ന് പറയും. ആ സാധനം മൃഗങ്ങളുടെ മേത്തുണ്ടെങ്കിൽ മൃഗങ്ങളുടെ ശരീരത്തെ രക്തം ഈ വട്ടൻ ഇങ്ങനെ ഊറ്റിയെടുക്കും. എത്ര തീറ്റ കൊടുത്താലും എന്നൊക്കെ പോഷക സമൃദ്ധമായ ആഹാരം കൊടുത്താലും ആ മൃഗങ്ങൾക്ക് ആരോഗ്യമോ ആ മൃഗങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന പ്രതിഫലമോ നമുക്ക് കിട്ടുകയില്ല. അല്ലെ അതിൻ്റെ ലാഭം കിട്ടുകയില്ല. പശുവാണെങ്കിൽ പാല് കിട്ടാൻ പാടുവരും, അല്ലെ ഇറച്ചിക്ക് വളർത്തുന്ന മൃഗങ്ങളാണെങ്കിൽ അതിന് മാംസം ഉണ്ടാകാൻ പാടുവരും. അതെല്ലാം നഷ്ടങ്ങളായിട്ട് വരും. ഇതുപോലെ തന്നെ ഈ പേൻ എന്ന ബാധ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവരുടെ ജീവിതം എന്നും അസ്വസ്ഥമായിരിക്കും. അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഈ ആത്മീക വൃത്തി ഇല്ല എന്നത് തന്നെയാണ്. നമുക്ക് മനസ്സിലാകും ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടാകും. അസ്വസ്ഥത ഉണ്ടായിക്കഴിയുമ്പം ഇത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിന് മക്കളില്ലാതിരുന്ന സമയത്ത് സാറ പറഞ്ഞു ഹാഗാറിൻ്റെ അടുത്ത് പൊക്കൊള്ളുക. ഹാഗാറിൻ്റെ അടുത്ത് പോയി അവിടെ ഒരു മകനുണ്ടായി കഴിഞ്ഞ ശേഷം അബ്രഹാമിന് ഹാഗാറിനോട് കൂടുതൽ താല്പര്യമുണ്ട് എന്ന് തോന്നിയപ്പോഴും ഈ ഹാഗാറിന് ഒരഹങ്കാരം വന്നെന്ന് സാറായിക്ക് തോന്നിയപ്പോഴും അവിടെ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങൾ വലുതായി വന്നപ്പോൾ അവസാനം അബ്രഹാമിൻ്റെ സമാധാനം പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇതുപോലെ തന്നെയാണ് ജോബിൻ്റെ ഭാര്യ. ജോബിന് ജീവിതത്തിൽ സകല സമൃദ്ധിയും സംവിധാനവും ഉണ്ടായിരുന്നപ്പം ആ അമ്മാമ്മ അവിടെ വലിയ സെറ്റപ്പായിട്ട് നിന്നയാളാണ്. എന്നാൽ ജോബ് തകർന്നു കഴിഞ്ഞപ്പോൾ അസ്വസ്ഥതകൾ വന്നപ്പോൾ ആ സ്ത്രീ ഭയങ്കരമായ അസ്വസ്ഥതകളുണ്ടാക്കി. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും വ്യക്തികളുടെ ജീവിതത്തിലും ഈ ബാധ വന്നാൽ ഇത് പതുക്കെ അസ്വസ്ഥത വർദ്ധിക്കും. കുടുംബത്തിനകത്തെ സമാധാനം പോവും, സ്ഥാപനത്തിനകത്തെ സമാധാനം പോവും. വ്യക്തികൾ നോക്കുമ്പോൾ പ്രശ്നങ്ങൾ കാണുകയില്ല, പക്ഷേ പ്രശ്നങ്ങളുണ്ട്. ആത്മീക ആരോഗ്യവും പോവും, ആത്മീക സമാധാനവും പോവും. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് കണ്ടമാനമായി കഴിയുമ്പം വ്യക്തികളുടെ സമാധാനവും പോവും, കുടുംബത്തിൽ കലഹമാവും. ഇത് കണ്ടമാനമായി കഴിഞ്ഞാൽ അവസാനം ചോര ഊറ്റി ഈ പേൻ ആളിനെ ക്ഷീണിപ്പിച്ച് കളയുന്നത് പോലെ ഈ പ്രശ്നങ്ങൾ കണ്ടമാനാവും. ഇതിനൊരു പരിധി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബാധ വന്നു കഴിഞ്ഞാൽ ഈ ബാധയെക്കുറിച്ച് പുറപ്പാട് പുസ്തകം പറയുന്നത് മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ പേൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു, എന്നാൽ സാധിച്ചില്ല. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ നിറഞ്ഞു നിന്നു. അപ്പോൾ മന്ത്രവാദികൾ ഫറവോനോട് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നതാകുന്നു. അതായത് ഇങ്ങനെ അസ്വസ്ഥത വരുമ്പോൾ ഒരു വിശ്വാസി മനസ്സിലാക്കിക്കോണം, എവിടെയോ കറക്റ്റ് ചെയ്യാൻ എന്തോ കാര്യങ്ങൾ കിടപ്പുണ്ട്. ആ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാതെ ഈ പ്രശ്നം തീരില്ല. ഇപ്പം നമ്മൾ കണ്ടുണ്ടോ, പല കുടുംബങ്ങളിലും അത് കൂടുതലും ഈ ബാധ ബാധിക്കുന്നത്, ഈ പേനിൻ്റെ ബാധ ബാധിക്കുന്നത് അക്ഷരികമായിട്ട് സ്ത്രീകളെയാണ്, ആത്മീകമായിട്ട് സ്ത്രീകളെയാണ്. അവരിങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, ചൊറിഞ്ഞു നിൽക്കും. അവസാനം അടിയായി വഴക്കായി നല്ല രീതിയിൽ പോകേണ്ട കുടുംബം ലാസ്റ്റ് ഒന്നുമല്ലെന്നാവും, മക്കളും നശിച്ചു പോവും. അപ്പോഴും ഭയങ്കര പ്രാർത്ഥനയായിരിക്കും
ആത്മീക വൃത്തിയില്ലാതെ ആത്മീക അഭിനയമായിരിക്കും. അത് അവസാനം ആ കുടുംബം നശിപ്പിക്കുക തന്നെ ചെയ്യും. ഇത് വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയെന്ന് അവനവൻ തന്നെ നോക്കണം. ഒരു സമാധാനമുണ്ടോ, ഒരു സന്തോഷമുണ്ടോ, എപ്പോഴും ചൊറിച്ചിലാണോ, ചൊറിച്ചിൽ വരുന്നുണ്ടോ, ചൊറിയുന്ന വർത്തമാനമാണോ പറയുന്നത്? ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബാധ നമ്മുടെ ജീവിതത്തിലുണ്ട്. രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, ഈ ചൊറിച്ചിലിനുള്ള ആത്മീക മരുന്ന് ചെയ്യണം. ആത്മീയ മരുന്ന് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. വചനം ശ്രദ്ധയോടെ പാലിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി, നല്ല വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അടിയനും കേൾവിക്കാരും ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ബാധയുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് അതിൽ നിന്ന് വിടുതലെടുക്കുവാൻ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.